ഇരിക്കാനൊക്കെ വരട്ടെ. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അഞ്ജിത പറഞ്ഞു കാണുമല്ലോ. മോതിരം ഇതുവരെ കിട്ടിയില്ലേ? അവിടെ എവിടെയും മോതിരമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആരെങ്കിലും ആ മോതിരം എടുത്തിട്ടുണ്ടോ? ഞങ്ങളാരും ആ മോതിരം അണിഞ്ഞിട്ടില്ല. അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി അഞ്ജിതെ വിളിച്ച സമയത്ത് തന്നെ ഞങ്ങളത് പറയുമായിരുന്നല്ലോ. ഞാനങ്ങനെ ഒരു മോതിരം കണ്ടിട്ടേ ഇല്ല. അമ്മേ, അവിടെ മോതിരം കാണാതായതിന് ഇവിടെ വന്ന് എന്തിനാ അത് അന്വേഷിക്കുന്നേ? അതിന്റെ അർത്ഥം എന്താ? അർത്ഥവും വ്യാഖ്യാനം ഒന്നും നോക്കണ്ട. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മോതിരം, അതുകൊണ്ട് വിശദമായിട്ട് പരിശോധിച്ച മതിയാവും. ഇവരുടെ കയ്യിലില്ലാന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതൊന്നും ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. ഈ വീട് മുഴുവനും ഞങ്ങൾക്ക് പരിശോധിക്കണം. അമ്മ എന്ത് വൃത്തികേടാ ഈ കാണിക്കുന്നേ? എന്ത് വൃത്തികേട്? കാണാതായ മോതിരം അന്വേഷിക്കുന്നത് വൃത്തികേടാണോ? ഞാൻ എല്ലാവരോടായി പറയാ, ഈ വീട്ടിലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരപേക്ഷ കൂടിയുണ്ട്. ഞങ്ങളുടെ മക്കളെ അകാരണമായി സംശയിക്കരുത്. അമ്മേ, മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവരെ അപമാനിക്കാൻ ഒരുങ്ങുന്നത്? വേണ്ട, ഇവിടെ ഒരു പരിശോധനയും വേണ്ട. മായേ, ഈ കുട്ടികളുടെ കയ്യിൽ മോതിരില്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. പിന്നെ എന്തിനാ അന്വേഷണം? വെറുതെ ഇവരെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അത് പോരെ. സംശയം പൂർണ്ണമായും ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ അമ്മ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ സ്ഥിതിക്ക് നമ്മൾ വിശദമായി പരിശോധന നടത്താതെ തിരികെ ചെന്ന അമ്മയോട് എന്ത് പറയും? കൃത്യമായി തിരഞ്ഞില്ലെന്ന് പറഞ്ഞ അമ്മ നമ്മളോട് ചൂടാവും. അതുകൊണ്ട് എന്തായാലും മായ പറഞ്ഞതുപോലെ വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടത്തണം. വേണ്ട, ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. സാരമില്ല അച്ഛാ, ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല. ഹരിയങ്കിൾ പറഞ്ഞതുപോലെ സംശയം മാറ്റിയെടുക്കുന്നത് തന്നെയാ നല്ലത്. ചെറിയമ്മ എവിടെയാണെന്ന് വെച്ചാല് പരിശോധിച്ചോളൂ. മോളെ ദേവികേ, മാഡം എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങൾക്കാർക്കും ഒരു പ്രയാസവും ഇല്ല. ദേവിയേച്ചി പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. പരിശോധന തുടങ്ങാം, ഞങ്ങളും സഹായിക്കാം. ഒരു പ്രശ്നമില്ല, പരിശോധന തുടങ്ങാം. നീ വാ.